പുതിയ അർത്ഥം ഉണ്ടായ ഒരു ഫീലാണ് എനിക്ക്. അതിന് നീ വല്ല LIC പോളിസി എടുത്തോ? സാജൻ, അവൻ എന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ. അതാ ഞാനും ആലോചിക്കുന്നത്. അല്ല, സാജൻ നിന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇത്ര മാറില്ലായിരുന്നല്ലോ. അല്ല, നമ്മളുടെ ഗ്യാങ്ങിൽ ഇപ്പൊ എല്ലാവരും സെറ്റിൽ ആയില്ലേ? ടോണി പിന്നെ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. നിനക്കും സെറ്റിൽ ആവണ്ടേ? റോയ്ച്ചനും ടോണിക്ക് ഒരുപാട് കാശുണ്ട്, കോഫി ഷോപ്പ് ഉണ്ട്, സമ്പാദിക്കുന്ന അച്ഛനും അമ്മയുണ്ട്. സാറയുടെ സ്വന്തം പോലെയാ കോഫി ഷോപ്പ്. നിനക്കാണെങ്കിൽ റിച്ചായ മമ്മിയും ജിമ്മിലെ ജോലിയുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാതെ ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ നടക്കുന്ന ഒരു പലചരക്ക് കടക്കാരന്റെ മോന് ഇതൊക്കെ ഒരുപാട് ദൂരെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ? അതൊന്നും സാരില്ല. നിനക്ക് കഴിവുണ്ട്. ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും, എനിക്ക് ഉറപ്പാ. പിന്നെ ഞങ്ങളെല്ലാം നിന്റെ മുമ്പിൽ ആരും ഇല്ലാതായി പോവില്ലേ? നല്ല സ്വപ്നം. നടക്കാം, നടക്കാതിരിക്കാം. നടക്കും. ഞങ്ങളല്ലേ, ഞാനും സാജനില്ലേ. സാജന് നിന്നെ എന്ത് ഇഷ്ടാന്ന് നിനക്കറിയോ? അവൻ ഇനി മതിയായിട്ടില്ലേ? അല്ല, കല്യാണം കഴിഞ്ഞാ നീ ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറുമോ? അത് പിന്നെ അങ്ങനെ ആണല്ലോടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പോകുന്നതിന് മുന്നേ നീ എനിക്ക് കുറച്ച് എക്സസൈസ് പറഞ്ഞുതരൂ? വലിയ നടനൊക്കെ ആവണ്ടല്ലേ? സാജൻ, ഹലോ. ഇല്ല, ഞാൻ പുറത്താണ്. സാറാ, അതെനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോറി. ആ സാജൻ, അവൻ സീൻ അടിച്ച് കലക്കുക. കൊറേ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ. ആ കാശ് ഉണ്ടായതിൽ എന്താ? ആ കാശ് മുഴുവൻ കുറെ റീചാർജും ചെയ്യും, കുറെ ഗേൾസ് വരെ ചുറ്റിക്കറങ്ങുമായിരുന്നു. അത്രയല്ലേ ഉള്ളൂ. ഡെയിലി ഓരോ കെട്ടുമായിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എങ്ങനെയായിരിക്കില്ലേ ജീവിക്കുന്നുണ്ടാവാ? 50 രൂപയുടെ മീൽസ് 5000 രൂപയ്ക്ക് കഴിച്ചിട്ട് 500 രൂപ ടിപ്സ് കൊടുക്കും. പിന്നെ ഓരോ ദിവസം ഓരോ രാജ്യത്തായിരിക്കും. ആരെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ? അയാളുടെ മോളായി ജനിച്ചാ മതിയായിരുന്നു. ബിൽഗേറ്റ്സ് അല്ലേ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ? പത്രം വായിച്ചിട്ട് കുറച്ചായി തോന്നുന്നു. ഏകദേശം ഒരു 10 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് ഈ കാലഘട്ടത്തിലെ കാര്യങ്ങളൊന്നുമല്ലോ പറയുന്നത്. എന്നാ നീ പറയടാ. എന്നാ കേട്ടോ, വാരൻ ബുഫറ്റ്. അയ്യേ, തെറ്റി. അപ്പൊ നീ പറയടാ. തെറ്റിയോ കൊല്ലിഞ്ഞ. കാർലോസ് സ്ലിം ഹേലു. അങ്ങനെ ഒരാളുടെ പേര് കേട്ടിട്ടുകൂടിയില്ല. നീ കേൾക്കാത്തതിന് ഞാനെന്താക്കാനാ? ഇവനേതോ കുണ്ടാത്തവന്റെ പേരാ പറയുന്നത്. ഞാൻ പറഞ്ഞു തന്നെ ശരി. വാരൻ ബുഫറ്റ് തന്നെയാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. അതെ, എനിക്ക് ആകെ അറിയാവുന്നൊരു ജനറൽ നോളജാ. കാർലോസ് സ്ലിം ഹേലു തന്നെയാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. ഡോണ്ട് ലൈക്ക്. എന്നാ വെക്കട പറ്റ്. ആനന്ദേ, വേണ്ടടാ. വെക്കട പറ്റ്. എടാ ആനന്ദേ, വേണ്ട കേട്ടോ, പറയുന്ന പേടിയാണല്ലേ. വെക്കട പറ്റ്. എന്നാ ശരി, എന്താ പറ്റ്? ജയിക്കുന്നവൻ തോക്കുന്നവന്റെ കർണക്കുറ്റി നോക്കി 10 അടി അടിക്കണം. എന്താ, ധൈര്യമുണ്ടോ? ഉണ്ട്. 10 എണ്ണം വേണ്ട, ഒരെണ്ണം മതി. അതിന് 10 എണ്ണം ഒരുമിച്ച് അടിച്ചു തീർക്കൊന്നും വേണ്ട. പതിയെ പതിയെ സൗകര്യം പോലെ കൊടുത്തു തീർത്താ മതി. ആനന്ദേ, വേണ്ട മോനെ. ടോണിയോട് വേണ്ട നിന്റെ കളി. വിട്ടേക്ക്. ഞാനൊരാണാ, ഇങ്ങനെ പേടിച്ചാ പറ്റുമോ? ശരി, ബെറ്റ് ബെറ്റ്. റോയ്ച്ച, എന്താ കറന്റ്ലി വേൾഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആരാ? ഒരു മിനിറ്റ്. ദൈവമേ, കാർലോസ് ആവണേ എന്റെ മുത്തപ്പ. വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ കാർലോസ് സ്ലിം ഹെലു. ഇനി 9 എണ്ണം പുറകെ വരുന്നുണ്ട്. പ്ലീസ് വെയിറ്റ്. എന്താ